അല്ലല്ല, അവര് അന്ന് നിങ്ങൾ അതിനുശേഷം മാധ്യമങ്ങൾ കണ്ടിരുന്നല്ലോ. അവർ പറഞ്ഞില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണെന്ന്. നിങ്ങൾ ആ കോലിട്ട് ഇളക്കിയിട്ട് ആർക്കെങ്കിലും ഒരു വാക്ക് അവരുടെ ഇത് കിട്ടിയോ? അതൊന്ന് മനസ്സിലായിക്കൂടെ? അവർ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റും അവരുടെ ആശയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഞാൻ എന്താ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണോ? അല്ലല്ലോ, ഞാൻ മത്സരിക്കില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവർ വലിയൊരു ബിസിനസ് ഫാമിലിയിലത്തെ നിന്ന് വന്ന പ്രവർത്തകയാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിനായിട്ട് സമയം കാണണമെന്ന് കഴിഞ്ഞ ടേമിൽ തന്നെ പറഞ്ഞിരുന്നു. അവർ ആ ബിസിനസ് രംഗത്തേക്ക് മാറിയായിരിക്കും. അവരെ മണ്ണാടിയാർ ഹാൻഡിക്രാഫ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയാതെ അറിയാമല്ലോ. പാലക്കാടത്തെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ്. അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അവരാണ്. അതിനിടയിലാണ് അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അവർക്ക് ബിസിനസ്സിൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് അത് തിരിച്ചു പോയിരിക്കും. നിങ്ങൾ എന്തെല്ലാം വളച്ചൊടിച്ചാലും പ്രിയ അജയൻ RSSൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ ആശയത്തിന്റെ ആശയത്തോട് ചേർന്ന് നിന്ന ഒരാളോട് ഇത്തരത്തിലുള്ള സമീപനമായിരുന്നു. എന്ത് സമീപനം? RSSനെ അവർ പറഞ്ഞിട്ടുണ്ടോ? BJPയെ പറഞ്ഞിട്ടുണ്ടോ? അതിൽ കൂടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സതീശൻ VD സതീശനെതിരെ സൈബർ ആക്രമണം ഉണ്ടായില്ലോ കോൺഗ്രസ്സുകാരുടെ. കോൺഗ്രസ്സുകാരുടെ പ്രവർത്തകരാണോ? സൈബർ ഇടത്തിൽ ഫേക്ക് ഐഡികൾ യഥേഷ്ടമല്ലേ? നിങ്ങൾ ആ വന്ന കമൻറ്റുകളുടെ പിന്നാലെ ഒന്ന് പോയി നോക്ക്, ഏതെങ്കിലും ജെന്യൂനാണോ? എനിക്കെതിരായിട്ടൊക്കെ എത്രയോ കമൻറ്റുകൾ വരും. ഞാൻ പലതും നോക്കി. ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അവർ പറയുന്നത് ഫേക്ക് ഐഡികളുടെ ഇഷ്ടം പോലെയുണ്ട്. ഈ ഫേക്ക് ഐഡികളൊന്നും ഞങ്ങൾക്ക് മെറ്റീരിയൽ അറിയിക്കാനേ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും പ്രിയ അജയനല്ല, ഏത് BJPയുടെ പ്രവർത്തകന് എതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായാലും അത് ശാരീരികമായിട്ടായാലും ശരി, സൈബർ ആക്രമണമായാലും ശരി, ഞങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കും. 100%. അല്ലല്ല, അവര് അന്ന് നിങ്ങൾ അതിനുശേഷം മാധ്യമങ്ങൾ കണ്ടിരുന്നല്ലോ. അവർ പറഞ്ഞില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണെന്ന്. നിങ്ങൾ ആ കോലിട്ട് ഇളക്കിയിട്ട് ആർക്കെങ്കിലും ഒരു വാക്ക് അവരുടെ ഇത് കിട്ടിയോ? അതൊന്ന് മനസ്സിലായിക്കൂടെ? അവർ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റും അവരുടെ ആശയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തിരിച്ച് എല്ലാ കാലത്തും ഉണ്ടാവും.